അതുപോലെ തന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ മൊട്ടയ്ക്ക് ഒരു പണിയുമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിൻ്റെ അളവുകോല് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ചാർട്ടൊക്കെ തയ്യാറാക്കി പ്രേക്ഷകർക്ക് മുമ്പിൽ. പക്ഷേ ഈ അതിജീവിതം ചെയ്ത്, അതായത് മൂന്നാമത്തെ അതിജീവിതം ചെയ്തതൊന്നും ഒരു തെറ്റല്ല. എന്തുകൊണ്ടാണ് അതിനെ ന്യായീകരിച്ച് ചൂണ്ടിക്കാണിക്കാനും ഒരു മീഡിയാസും മുന്നോട്ട് വരാത്തത്? ഹോട്ടൽ റൂമിലോട്ടും മറ്റും പോയിട്ടാണ് ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആദ്യ കൂടിക്കാഴ്ച തന്നെ 3 മണിക്കൂറോളം നിർബന്ധിച്ച് പീഡിപ്പിച്ച മാങ്കൂട്ടം, അതുപോലെ തന്നെ പിതൃത്വം നിഷേധിച്ച മാങ്കൂട്ടം, അതുപോലെ തന്നെ ചെയ്ത മാങ്കൂട്ടം, ഇങ്ങനെ ഒരാൾക്കാണോ പിന്നീട് സമ്മാനവും സാമ്പത്തികവും ഫ്ലാറ്റും ചെരുപ്പും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത്? ഏത് സ്ത്രീയാണ് ഇതുപോലെ ആത്മാർത്ഥമായിട്ട് സഹിച്ച് ക്ഷമിച്ച് മാങ്കൂട്ടനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചിട്ടും അവഹേളിച്ചിട്ടും മൊബൈൽ ഫോൺ ചാറ്റ് സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ ലവ്. മാങ്കൂട്ടനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിനെ തടവിലാക്കുകയും അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്യുകയും, അതായത് ഇദ്ദേഹം ഏത് കേസിലാ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ട്രോളാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഏതൊരു മനുഷ്യൻ്റെ മൗലികാവകാശമല്ലേ? ഞാൻ മാങ്കൂട്ടനെ വെള്ള പൂശാൻ വേണ്ടി ഇറങ്ങിയതൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ ചർച്ച ചെയ്യാനും കൂടി ഇവിടെ മീഡിയാസ് ഒന്ന് മനസ്സ് കാണിക്കണം. ഈ മാങ്കൂട്ടത്തിന് എതിരെയുള്ള 3 പരാതികൾ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ചോറുണ്ണുന്ന ഏതവനും മനസ്സിലാവും ഈ പരാതികളൊക്കെ തന്നെ മാങ്കൂട്ടത്തിന് കൊടുക്കാനുള്ള, അതായത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു ആക്ഷൻ ആണെന്ന്. ആദ്യത്തെ പരാതിയിലും 3ാമത്തെ പരാതിയിലും ആളുണ്ട്. 2ാമത്തെ പരാതിയിൽ ജസ്റ്റ് ഒരു മെയിൽ സന്ദേശമാണ്. അതായത് മാങ്കൂട്ടത്തിന് എതിരെ നിൽക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മാങ്കൂട്ടം ഒരു സൈക്കോ സെക്ഷൽ ക്രിമിനൽ ആണെന്ന് വരുത്തി തീർക്കണം. അതായത് അദ്ദേഹത്തിനെ തകർത്ത് തരിപ്പണമാക്കണം എന്ന്. അതായത് എല്ലാത്തിനും കൂടി ഒറ്റ ഉത്തരമേ ഉള്ളൂ. സർക്കാർ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പണികൾ എല്ലാം കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങ് തീർക്കണം. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാരല്ല ഈ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾ. അതൊന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കൊള്ളാം, മീഡിയാസ് അടക്കം. ഈ ചെയ്തു കൂട്ടിയതൊക്കെ ആർക്കാണ് പണിയാവുക എന്നത് നമ്മളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ.